അധ്യാപകരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ വടി തിരിച്ചു കൊടുത്താൽ കുട്ടികളൊക്കെ നന്നാവും എന്നാണ് പറയുന്നത്. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊത്തം പറയുന്നത് 2K കിഡ്സ് അല്ലെങ്കിൽ ജെൻസി ഫുൾ വഴിവഴിച്ചു പോയി, ഗുണ്ടായിസത്തിലേക്ക് പോയി എന്നൊക്കെയാണ്. എന്നാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ 10 വർഷത്തിൽ ഈ നമ്പർ താഴത്തേക്ക് വന്നിരിക്കുകയാണ്. ഗണ്യമായിട്ടുള്ള കുറവ് കുട്ടികളുടെ ഇടയിലുള്ള ക്രൈമിനൽ ആക്ടിവിറ്റീസിനുണ്ട്. അതുപോലെ തന്നെ ഈ വടിയെടുത്തടിക്കാം, കുട്ടികളെ ബലം പ്രയോഗിച്ചിട്ട് നമ്മുടെ വരുതിയിലാക്കാം എന്നൊക്കെ കരുതുന്നത് തെറ്റായിട്ടുള്ള ധാരണയാണ്. നമുക്കറിയാം നമ്മുടെ ഗുരുക്കന്മാരോ പ്രവാചകന്മാരോ ഒരാളും തന്നെ വടിയെടുത്തിട്ടും ബോംബെടുത്തിട്ടും ഒന്നും കുട്ടികളെ, തോക്കെടുത്തിട്ടൊന്നും ആളുകളെ, സ്വന്തം അനുയായികളെ നേർവഴിക്ക് നയിക്കാമെന്ന് കരുതിയിട്ടില്ല. മറിച്ച് നല്ല വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ റോൾ മോഡലുകളായി നമ്മെ നല്ല വഴിക്ക് നയിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിലും ഇത് തന്നെയല്ലേ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ കുട്ടികൾക്ക് വരുന്ന തെറ്റുകളുടെ വലിയൊരു കാരണം മാതാപിതാക്കൾ തന്നെയാണെന്ന് പറയുന്നതിന് യാതൊരു മടിയും കാണിക്കേണ്ട. നല്ല വാക്കുകളിലൂടെയാണ് കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടത്. നമുക്ക് കുമാരനാശാൻ്റെ വരികൾ സ്മരിക്കാം. ഒരു വേള പഴകിയാൽ ഇരുട്ടും വെളിച്ചമായി വരും, ശരിയായി മധുരിച്ചിടും സ്വയമേവ പരിശീലിപ്പൊരു കയ്പുതാനുമേ. ആ രീതിയിലുള്ള പരിശീലനം കുട്ടികളുമായിട്ട് ചേർന്ന് നടത്തുക എന്നുള്ളതാണ്. ഒരിക്കലും കുട്ടിയെ കുട്ടിയുടെ വഴിക്ക് വിടുന്നതല്ല ശരിയായ പാരൻറ്റിങ്, അതല്ല സ്വാതന്ത്ര്യം. മറിച്ച് അവരുടെ സുഹൃത്തായി, അവരിൽ ഒരാളായി അവരോട് സംസാരിച്ച് എൻഗേജ് ചെയ്തുകൊണ്ട് കുട്ടിയെ ഒരു സ്ക്രീനിനോ അല്ലെങ്കിൽ ഓൺലൈൻ കൾട്ടുകൾക്കോ വിട്ടുകൊടുക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് ജനാധിപത്യപരമായി സൗഹൃദത്തോടുകൂടി സംസാരിച്ചൊരു മാറ്റം കൊണ്ടുവരുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം വരിക എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. നന്ദി.